നമസ്കാരം കൂട്ടുകാരെ, ദീപ്തിസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവരും വീടുകളിൽ സാധാരണയായി ഉച്ചയൂണിന് തയ്യാറാക്കുന്ന ഒരു ബീട്രൂട്ട് തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പാചകമൊന്നും ചെയ്ത് ശീലമില്ലാത്തവർക്ക് പെട്ടെന്ന് ഉച്ചയൂണിന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനാണിത്, ഈ ബീട്രൂട്ട് തോരൻ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവൻ കാണണം. എങ്ങനെയാണത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ബീട്രൂട്ട് തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ബീട്രൂട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സബോള നീളത്തിലരിഞ്ഞതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 5-6 ചെറിയ ഉള്ളിയെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ചുവന്ന മുളകൊന്നും ചേർക്കുന്നില്ല, പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത്. ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് നാളികേരമാണ്. ഇത്രയും നാളികേരവും ചേർത്തിട്ട് ഇതിന് നന്നായിട്ട് നമുക്കൊന്ന് തിരുമ്മി യോജിപ്പിക്കണം. കൂടി തിരുമ്മി യോജിപ്പിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഞാൻ ചേർക്കാൻ മറന്നുപോയി, അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ബീട്രൂട്ട് തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കടുക് ചേർക്കണം. കടുക് ചേർക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 വറ്റൽമുളകിനെ നടുകെ പൊട്ടിച്ചതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളകും പൊട്ടി വന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഏകദേശം 1 ടീസ്പൂൺ ഉഴുന്നാണ് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊരു ഇളം ഗോൾഡൻ നിറമാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. ഈ ബീട്രൂട്ടിലേക്ക് ഒരല്പം പോലും വെള്ളം ചേർക്കുന്നില്ല. വെള്ളം ചേർക്കാതെയാണ് ബീട്രൂട്ടിനെ നമ്മൾ വേവിച്ചെടുക്കുന്നത്. കാരണം ഇത് വേവാൻ ആവശ്യമായ വെള്ളം ബീട്രൂട്ടിൽ നിന്ന് തന്നെ ഇറങ്ങി വരും. ഇത് ബീട്രൂട്ടിനെ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നുള്ള വെള്ളം കൊണ്ട് മാത്രം ഇത് വെന്ത് വരും. നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ശരിക്കും ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഒരു 2 to 3 മിനിറ്റ് വരെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് സമയമായിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൽ നിന്നുള്ള തന്നെ നീരാവി വീണിട്ട് ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നുണ്ട്. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. തുറന്ന് വെച്ചിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് മറ്റൊരു ബൗളിലേക്ക് പകർത്താം. നമ്മുടെ ബീട്രൂട്ട് തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ബീട്രൂട്ട് തോരൻ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാലും പാചകം ഒട്ടും അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ, പാചകം ചെയ്തു തുടങ്ങുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യാവുന്ന ഒരു ഐറ്റമാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളമില്ല, കണ്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് മറ്റൊരു ബൗളിലേക്ക് നമുക്കിത് പകർത്തി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആവി പറക്കുന്ന നല്ല ബീട്രൂട്ട് തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ എളുപ്പത്തിലുള്ള റെസിപ്പികളുമായിട്ട് നമുക്ക് മറ്റ് വീഡിയോകളിലൂടെ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.